ഹലോ എവരിവൺ, ഐ എം കരുണാകരൻ. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഈ ഓഗസ്റ്റ് 13 മുമ്പേ ഫീ ചൊവ്വാഴ്ച 3 മണിക്ക് മുമ്പ് ഫീ അടച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകും. പിന്നെ ഇപ്പോൾ കിട്ടിയ കോളേജും അപ്പോഴില്ലാതായിപ്പോവും. അതുകൊണ്ട് ഉടനെ തന്നെ ഫീ എല്ലാവരും അടച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. സെക്കൻഡ് അലോട്ട്മെന്റ് വന്ന ശേഷമാണ് നിങ്ങൾ കോളേജിലേക്ക് ജോയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജിന് മുകളിലുള്ള ഓപ്ഷൻസിന് പറയുക ഹയർ ഓപ്ഷൻസ് എന്നാണ് പറയുക. സെക്കൻഡ് അലോട്ട്മെന്റ് ഓപ്ഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഹയർ ഓപ്ഷൻ യു ക്യാൻ റീഅറേഞ്ച് ഇറ്റ്, മാറ്റം വരുത്താൻ പറ്റും. ഇപ്പോൾ കിട്ടിയത് കണ്ണൂരാണ്. അടുത്ത അലോട്ട്മെന്റിൽ എനിക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കിട്ടും. അപ്പോൾ തുക അടക്കാമെന്ന് വിചാരിക്കരുത്. കാരണം അഡ്മിഷൻ ക്യാൻസലായി പോകും. അതുകൊണ്ട് ഉടനെ ഫീ അടച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഫീ അടച്ചു കഴിഞ്ഞാൽ അടച്ച റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കണം. നിർബന്ധമായും ഇത് സൂക്ഷിക്കണം. അലോട്ട്മെന്റ് മെമ്മോ അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. പ്രിന്റ് സൂക്ഷിക്കണം, അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നാൽ നിങ്ങൾ നേരിട്ട് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരും. കോളേജിൽ പറയുന്ന ഫീസ് അവർ പറയുന്ന ഫീ അപ്പം സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ ആ സമയത്ത് അടക്കണം. പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ വാലിഡിറ്റി ഇല്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന് കിട്ടിയ കോളേജ് ക്രൈസ്റ്റ് കോളേജ് ആണെന്നിരിക്കട്ടെ, അത് മതി എന്ന് പിന്നീട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കഴിഞ്ഞു. തേർഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടിയാൽ മറ്റു കോളേജിലേക്ക് നിങ്ങൾക്ക് മാറിപ്പോകാം. വീണ്ടും തേർഡ് അലോട്ട്മെന്റിൽ മാറിപ്പോകുന്ന സമയത്ത് ആ സെക്കൻഡ് അലോട്ട്മെന്റിലെ കോളേജിലായിരിക്കും നിങ്ങൾ ഫീ അടച്ചത്. അത് നിങ്ങൾക്ക് അവിടേക്ക് പുതിയ കോളേജിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. കാരണം ഇതൊക്കെ നടത്തുന്നത് എൻട്രൻസ് കമ്മീഷണറാണ്. അദ്ദേഹമാണ് ഇതൊക്കെ മറ്റു കോളേജിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡിയാക്കി വെക്കണം. ഇപ്പൊ തന്നെ അതിന്റെ ടൈമാണ് ഇപ്പോഴും. കാരണം അടുത്ത അലോട്ട്മെന്റ് വരുത്തും നിങ്ങൾ ജോയിൻ ചെയ്യൽ ഒരുമിച്ചായിരിക്കും ശരിക്കും. അലോട്ട്മെന്റ് മെമ്മോ തയ്യാറാക്കണം. 10th 12th സർട്ടിഫിക്കറ്റുകളുടെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. TC വേണം, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ഇങ്ങനെ ഇതൊക്കെ തയ്യാറാക്കി വെച്ചോളൂ. പിന്നെ ഒരു പുതിയ ഫയൽ വാങ്ങുക. ഓരോന്നും ഇതിൽ കാണിക്കുന്നത് പോലെ ക്രമത്തിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെക്കുക. അവിടെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തിരക്കായിരിക്കും. ആ സമയത്ത് നിങ്ങൾ എല്ലാ ഫയലും ഒറ്റയടിക്കും കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിയും. അല്ലെങ്കിൽ അപ്പോഴും ഓടേണ്ടി വരും. പിന്നെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. അവർ ചെയ്യേണ്ടത് ആദ്യം ഒരു കൊല്ലം 1 year റിപ്പീറ്റ് ചെയ്തതല്ലേ, നിങ്ങൾ ആദ്യം നേരത്തെ പഠിച്ച സ്കൂളിൽ പോയിട്ട് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വീണ്ടും വാങ്ങിക്കണം. കാരണം വാലിഡിറ്റി ഓഫ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഈസ് ഓൺലി 6 months. സോ വീണ്ടും പോയിട്ട് വാങ്ങിച്ച് തയ്യാറാക്കി വെക്കുക. വേറൊരു കാര്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഫോട്ടോ കോപ്പി എടുത്ത് വെക്കണം. ഇപ്പോൾ തന്നെ എടുത്ത് വെക്കണം, ലേറ്റ് ആക്കണ്ട. 10th 12th സർട്ടിഫിക്കറ്റുകളുടെ ഫോട്ടോ കോപ്പി കൂടുതൽ കോപ്പികൾ എടുക്കുക. ഒരു മിനിമം ഒരു 4 കോപ്പി വീതമെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം ഇതിന്റെ ഈ നിങ്ങൾ ഇപ്പോഴുള്ള 10th 12th സർട്ടിഫിക്കറ്റുകളടക്കം എല്ലാം നിങ്ങൾ നിങ്ങൾ ചേരുന്ന കോളേജിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. 4 വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തിരികെ കിട്ടുള്ളൂ. അതിനിടയിൽ നിങ്ങൾ പലപ്പോഴും പല കാര്യത്തിനും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴും സർട്ടിഫിക്കറ്റിന്റെ അറ്റസ്റ്റ് ചെയ്ത് കോപ്പി എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ അറ്റസ്റ്റ് ചെയ്ത കോപ്പി ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് നിർബന്ധമായും ഫോട്ടോ കോപ്പികൾ എടുത്തു വെക്കുക. 10th 12th സർട്ടിഫിക്കറ്റുകളുടെ ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൂടി തയ്യാറാക്കി വെക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. സി യു അഗെയിൻ.